Complete 4,000 hours watch time fast. How to increase watch time on YouTube. കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മുടെ ചാനലിൽ വളരെ വേഗത്തിൽ വാച്ച് അവേഴ്സ് കയറ്റുവാനുള്ള മികച്ച കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ബിഗിനേഴ്സിന് പ്രത്യേകിച്ചും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നറിയുവാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി ചാനൽ ആദ്യം കാണുന്നവർ പ്രത്യേകിച്ചിട്ടും തുടർച്ചയായിട്ട് യൂട്യൂബിനെ കുറിച്ചിട്ടുള്ള ഇതുപോലുള്ള വിഷയങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ ചാനൽ വഴി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്നും ഞാൻ രാവിലെ 9 മണിക്ക് വീഡിയോസുമായിട്ട് വരാറുണ്ട്. ഇനി നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. മോണറ്റൈസേഷൻ ആകാനുള്ള എലിജിബിലിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനകം തന്നെ അറിയാം. അതായത് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സുമാണ് ഇത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ. അതായത് നമുക്ക് മോണറ്റൈസേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ക്രൈറ്റീരിയ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം യൂട്യൂബിൽ മോണറ്റൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതിൽ 1000 സബ്സ്ക്രൈബേഴ്സ് വേഗത്തിൽ തന്നെ നമ്മൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചാലും പലർക്കും ഈ 4000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വളരെ കഷ്ടമുള്ള ഒരു കാര്യമാണ്. 4000 അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോസ് ആൾക്കാർ കണ്ടാൽ മാത്രമേ പറ്റുകയുള്ളൂ. അപ്പോൾ വാച്ച് അവർ കൂടാനായിട്ട് ഇവിടെ മികച്ച ഒരു 3-4 ടിപ്സ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ പുതിയൊരു ക്രിയേറ്റർ വന്നിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വീഡിയോ ആദ്യമേ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. നമ്മൾ എല്ലാവരും സ്വീറ്റായിട്ടും ഷോർട്ടായിട്ടുമുള്ള വീഡിയോസാണ് കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ യൂട്യൂബിൻ്റെ സൈഡിൽ നിന്നും കുറച്ച് ലോങ് വീഡിയോസാണ് കൂടുതലായിട്ടും യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യാറുള്ളത്. വളരെ ചെറിയ വീഡിയോസ് ഇടുമ്പോഴേക്കും നമ്മൾക്ക് വ്യൂസ് കിട്ടാനായിട്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മളുടെ ഇവിടെ പ്രധാന പ്രശ്നം എന്താണ്? ഈ വാച്ച് അവേഴ്സ് ഒന്ന് കയറ്റി വിടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഷോർട്ടായിട്ട്, അതായത് നമുക്ക് വേണമെങ്കിൽ ഈ 2-3 മിനിറ്റൊക്കെ ദൈർഘ്യമുള്ള വീഡിയോസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വ്യൂസ് അതിന് ധാരാളം ലഭിക്കുമെങ്കിലും വാച്ച് അവേഴ്സ് വളരെ കഷ്ടമാണ്. അത് വെച്ചിട്ട് നമ്മൾക്ക് മേലോട്ട് കയറി പോകാനായിട്ട്. ഇവിടെ വന്നിട്ട് നമുക്ക് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ, അതായത് ഉദാഹരണത്തിന് ഒരു 10 മിനിറ്റൊക്കെ ദൈർഘ്യമുള്ളൊരു വീഡിയോ ഇട്ടാൽ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ ഒരു 5 മിനിറ്റ് വരെ ആണെങ്കിൽ നിങ്ങൾക്ക് 50% എങ്കിലും ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കിട്ടും. അപ്പോൾ ഇങ്ങനെയായാൽ വീഡിയോസ് യൂട്യൂബ് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യും. നിങ്ങളൊരു 5 മിനിറ്റ് വീഡിയോ ആണ് ഇടുന്നതെങ്കിൽ ആളുകൾ ഒരു 2-3 മിനിറ്റൊക്കെ കണ്ടെന്നിരുന്നാൽ നിങ്ങൾക്കൊരു 85% ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കിട്ടും. പക്ഷേ സാധാരണ യൂട്യൂബ് വീഡിയോസിന് യൂട്യൂബ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് നമ്മുടെ ഒരു വീഡിയോ പ്രൊമോട്ട് ചെയ്യുന്നതിന് വീഡിയോയുടെ ലെങ്ത്ത് കൂടി പരിഗണിച്ചതിന് ശേഷം ഏറ്റവും ലെങ്തി ആയിട്ടുള്ള വീഡിയോയും, അതായത് ഒരു 50% എങ്കിലും മേലെ വാച്ച് ടൈമോ ഇല്ലെങ്കിൽ ആവറേജ് വ്യൂ ഡ്യൂറേഷനോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വീഡിയോ വന്നിട്ട് യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കും. യൂട്യൂബിൽ എക്സ്പീരിയൻസ്ഡ് ആയ ക്രിയേറ്റേഴ്സ് ഷെയർ ചെയ്തിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് കൊടുക്കുക. പക്ഷേ ലെങ്തി ആക്കാനായിട്ട് ഈ വലിച്ച് നീട്ടി തട്ടിക്കൂട്ടിയൊക്കെ ആളുകളെ മുഷിപ്പിക്കുന്ന രീതിയിൽ അത് ആയിരിക്കരുത്. ആവശ്യമുള്ള കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാകുന്ന വിധം ടൈം ലിമിറ്റിൽ നിന്നും നമ്മൾ നല്ല രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് സാധിക്കണം. ഇപ്പോൾ ഇതൊന്നുമല്ല, ഒരു 5 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ കാര്യങ്ങൾ ആ 5 മിനിറ്റിൽ പ്രസൻറ്റ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ വന്നിട്ട് ഈ 5 മിനിറ്റുള്ള വീഡിയോസൊക്കെ ഇത് വലിച്ചു നീട്ടി 10 മിനിറ്റൊക്കെ ആക്കാനായിട്ട് ശ്രമിക്കരുത്. മാത്രമല്ല, നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോഴേക്ക് എപ്പോഴും മൊത്തമായിട്ട് നമ്മൾ അതിൻ്റെ കണ്ടൻറ്റിലോട്ട് ഫോക്കസ് ചെയ്തിട്ട് വേണം നമുക്ക് അവതരിപ്പിക്കാനായിട്ട്. പിന്നെ അടുത്ത ഒരു കാര്യം വന്നിട്ട്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, കൃത്യമായിട്ടുള്ള സമയത്തിന് നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ ചാനലിൽ നിന്നും ഞാൻ ഇന്നും രാവിലെ 9 മണിക്കാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും കണ്ടിന്യൂസ് ആയി എൻ്റെ വീഡിയോസ് കാണുന്ന എൻ്റെ ഫാമിലിക്ക് അറിയാം 9 മണിക്ക് രാവിലെയാണ് ഞാൻ വീഡിയോ ഇടുന്നതെന്ന്. ഡെയിലി ചെയ്യുന്നതുകൊണ്ട് എന്നും രാവിലെ 9 മണിക്ക് ഞാൻ വരുമെന്ന് അവർക്കറിയാം. നമ്മളുടെ വീഡിയോസ് വന്നിട്ട് നല്ല കണ്ടൻ്റ് ആണെങ്കിൽ ഉറപ്പായും അവർ കാത്തിരുന്ന് രാവിലെ തന്നെ ആ വീഡിയോ വന്ന് കാണും. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ആളുകൾ ധാരാളം ഇതിൽ വരികയും നമ്മൾക്ക് അതിൽ നിന്ന് ഒരു ഇനീഷ്യലായിട്ടുള്ളൊരു ബൂസ്റ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ
വ്യൂസ് കൂടുതൽ വരികയും വാച്ച് ടൈമൊക്കെ കൂടുകയും ചെയ്യും. യൂട്യൂബ് വന്നിട്ട് നമ്മളുടെ ഈ വീഡിയോനെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം, യൂട്യൂബിൻ്റെ തന്നെ ടൂൾസൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് വാച്ച് ടൈം കൂട്ടാം. ഇപ്പോൾ യൂട്യൂബിൽ നമുക്ക് പ്ലേലിസ്റ്റൊക്കെ ആഡ് ചെയ്ത് എപ്പിസോഡ്സൊക്കെ ആകുന്ന രീതിയിൽ ഒരു ഓർഡറൊക്കെ ആയിട്ട് പ്ലേലിസ്റ്റ് നമുക്ക് സേവ് ചെയ്യാം. ഇപ്പോൾ ഈ പ്ലേലിസ്റ്റിലുള്ളൊരു വീഡിയോ ആരെങ്കിലും കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ടാൽ അവർ എന്താ ചെയ്യുന്നത്, ബാക്കിയുള്ള വീഡിയോസ് കൂടി അവർ മുഴുവനായിട്ടും കണ്ട് അതുവഴി നമ്മൾക്ക് വാച്ച് അവേഴ്സും കൂടും. അപ്പോൾ ഒരു പ്ലേലിസ്റ്റ് വഴി ആ വീഡിയോയിൽ നിന്നും, ഒരു പ്രത്യേക വീഡിയോയിൽ നിന്ന് അടുത്ത വീഡിയോയിലേക്ക് ആളുകളെ കൊണ്ടുപോകാനായിട്ടും വാച്ച് ടൈമൊക്കെ കൂട്ടുവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെയുള്ള ഒരു യൂട്യൂബിൻ്റെ ഫീച്ചറാണ് എൻ സ്ക്രീനും ഈ കാർഡ്സും ഒക്കെ. അപ്പോൾ ഇതുവഴി ഒരു വീഡിയോയിൽ കൂടെ നമ്മളുടെ തന്നെ മറ്റൊരു വീഡിയോ നമ്മൾക്ക് സജസ്റ്റ് ചെയ്യാം. അപ്പോൾ എൻ സ്ക്രീനിൽ വന്നിട്ട് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കൂടി നമ്മൾക്ക് ആഡ് ചെയ്താൽ പലരും ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകുന്നവർ ഇത് കാണുമ്പോഴേക്കും വന്നിട്ട് അവർ ഓർത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ അവർ ശ്രദ്ധിക്കും. അപ്പോൾ ഈ ഒരു കാര്യം വഴി യൂട്യൂബ് തരുന്ന ഫീച്ചേഴ്സൊക്കെ വഴി നമ്മൾക്ക് വ്യൂസും വാച്ച് ടൈമും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ കൂട്ടാൻ പറ്റും. ഇനി ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഓഡിയൻസിന് എന്താണ് അവർക്ക് ഇഷ്ടപ്പെടുന്നത്, ഏത് രീതിയിലുള്ള കണ്ടൻ്റാണ് അവർ കൂടുതലും ഇഷ്ടപ്പെടുന്നതെന്ന്, അതായത് ഈ സബ്ബൊക്കെ ചെയ്യുന്നവർ യൂട്യൂബിൻ്റെ ഈ ചാനലിൽ ഉദാഹരണത്തിന് യൂട്യൂബിൻ്റെ ടിപ്സ് കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓഡിയൻസാണ് കൂടുതലും. അപ്പോൾ അവർക്ക് കൂടുതലായിട്ട് എന്ത് രീതിയിലുള്ള കണ്ടൻ്റാണ് ആവശ്യമുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ വ്യൂസ് കൂട്ടാനുള്ളതോ എന്തെങ്കിലും ഒരു പ്രത്യേക രീതിയിലുള്ള വീഡിയോസൊക്കെ ആയിരിക്കും ഈ ആളുകൾക്ക് കാണാനായിട്ട് കൂടുതൽ ഇൻട്രസ്റ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കോണ്ടൻറ്റ് എടുത്തിട്ട് അവർക്ക് വീഡിയോസ് ഫുള്ളായിട്ട് കാണാനായിട്ട് അവർക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുകയും അങ്ങനെ ധാരാളം പേര് ഇത് കാണുന്നത് വഴി നമുക്ക് ഓർഗാനിക്കലി തന്നെ നമ്മളുടെ വാച്ച് അവേഴ്സും വ്യൂസും കൂടുകയും അതുപോലെ തന്നെ യൂട്യൂബ് തന്നെ നമ്മളുടെ വീഡിയോസ് സജസ്റ്റ് ചെയ്തിട്ട് ധാരാളം പേരുടെ മുമ്പിൽ ഇംപ്രഷൻസൊക്കെ കൊണ്ടുവരാനുള്ളൊരു ചാൻസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയും ഇതുവഴി ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് മുമ്പോട്ട് പോയാൽ ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മൾ ചാനൽ ഓർഗാനിക്കലി ഗ്രോ ചെയ്യുകയും അത് നല്ല ഒരു റീച്ചിൽ എത്താനായിട്ടും എളുപ്പം സാധിക്കുന്ന കാര്യങ്ങളാണ്. അല്ലാതെ തന്നെ നിങ്ങൾ ഈ തംബ്നെയിൽ കണ്ടതുപോലെ ഈ വേഗത്തിൽ റോക്കറ്റ് പോലെയൊക്കെ വാച്ച് അവേഴ്സ് മുകളിലോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ പെയ്ഡ് കാര്യങ്ങളും അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മൾ നല്ല കണ്ടൻറ്റ് ഈ പറഞ്ഞ രീതിയിലൊക്കെ നമ്മൾ അവതരിപ്പിക്കുകയാണെങ്കിൽ എല്ലാ രീതിയിലും നമുക്ക് നല്ല റീച്ച് കിട്ടുകയും നമ്മുടെ ചാനലിന് നല്ല ഗ്രോത്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ വന്നിട്ട് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് വീഡിയോസ് ഷെയർ ചെയ്യുക. അതുപോലെ ധാരാളം കമൻസ് ഫാമിലിയിൽ നിന്നും എനിക്ക് നല്ല മോട്ടിവേറ്റിംഗ് ആയിട്ട് തന്നെ കിട്ടാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പ്രത്യേകം നന്ദി പറയുന്നു. എൻ്റെ വീഡിയോസൊക്കെ വാച്ച് ചെയ്യുകയും എനിക്ക് നല്ല എൻകറേജ്മെൻറ്റ് തരുന്ന എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും വളരെ നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് ഞാൻ ഇതുപോലെയുള്ള നല്ല നല്ല ടോപ്പിക്സുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.